കോൺഗ്രസ്സിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവസരമല്ല യഥാർത്ഥത്തിൽ ഈ രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തിക്ക് ക്ഷണിച്ച് പ്രസംഗിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. അത് അദ്ദേഹം പറഞ്ഞാണ് യഥാർത്ഥ പോയിന്റ്. കാരണം വെച്ചാൽ കോൺഗ്രസിനോട് എപ്പോഴും ഒരു മൃദു സമീപനം പുലർത്തിയിരുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു സാമുദായിക സംഘടനയാണ് NSS. നിങ്ങൾ ഓർമ്മിച്ചു, കേരളത്തിലെ എല്ലാ സാമുദായിക വിഭാഗങ്ങളും BJPയെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാരണവശാലും BJPയെയും RSSനെയും അടുപ്പിക്കുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്ത ഒരു ഏക സമുദായ സംഘടന യഥാർത്ഥത്തിൽ NSS മാത്രമാണ്. കാരണം അവിടെ കടഞ്ഞെന്ന സുരേഷ് ഗോപിയെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. നിങ്ങൾ ആ വിഷയം മനസ്സിലാവും. കയറി ചെന്ന BJP നേതാവ് സുരേഷ് ഗോപിയെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. എക്കാലവും അത് എന്തുകൊണ്ടാണ് ഈ BJPയെ അല്ലെങ്കിൽ RSSനെ NSS തൊട്ട് മാറ്റി നിർത്തുന്നത് എന്ന് വെച്ചാൽ കേരളത്തിൽ കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മതേതര ചേരിക്കും എപ്പോഴും ഒരു പ്രസക്തി ഉണ്ടാകണം. അത് NSSൻ്റെ നേതൃത്വത്തിന് എപ്പോഴും എല്ലാ കാലവും നിർബന്ധം ഉണ്ടായിരുന്നു. NSSൻ്റെ പാർട്ടിയായ NDP യഥാർത്ഥത്തിൽ വർഷങ്ങളോളം 96 വരെ UDFൻ്റെ ഘടകകക്ഷിയായിരുന്നു എന്ന് ഓർക്കണം. UDFൻ്റെ ഒരു ഘടകകക്ഷിയെ കൊണ്ടുകടന്ന അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയെ കൊണ്ടുകടന്ന സംഘടന NSS. എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത പ്രലോഭനങ്ങളാണ് RSS BJP നേതൃത്വത്തിൽ നിന്നും NSSന് നേരെ ഉണ്ടായത്. ചിന്തിക്കാൻ പറ്റാത്ത പ്രലോഭനവും ചിന്തിക്കാൻ പറ്റാത്ത ഭീഷണിയും ഉണ്ടായി. അത് ഞാൻ അടിവരയിട്ട് ചിന്തിക്കാൻ പറ്റാത്ത പ്രലോഭനവും ചിന്തിക്കാൻ പറ്റാത്ത ഭീഷണി ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് RSSനും BJPക്കും അനുകൂലമായിട്ടൊരു നിലപാട് NSS കൈക്കൊള്ളായിരുന്നത്? അങ്ങനെ കൈക്കൊണ്ട എത്രയോ സമുദായ സംഘടനകൾ മുസ്ലിം സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിലും ഒക്കെ ഉണ്ട്, ഹിന്ദു സമുദായത്തിലും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് NSS BJPയെ ഒരു കാരണവശാലും അടുപ്പിക്കാതിരുന്നത്? എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസിൻ്റെ മതേതര സ്ട്രക്ചറിന് മതേതര ഫ്രെയിംവർക്കിന് കേരളത്തിൽ തികച്ചും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നും അതുകൊണ്ട് കോൺഗ്രസിനൊപ്പം എക്കാലവും നിലനിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം മാറി വരുന്ന എല്ലാ NSS നേതൃത്വത്തിനുമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, NSSും രമേശ് ചെന്നിത്തലയും തമ്മിൽ കഴിഞ്ഞ ഒരു 11 വർഷമായിട്ടൊരു അകൽച്ചയുണ്ടെന്നുള്ളത് സത്യമാണ്. ആ അകൽച്ച മാറി വരികയാണ്. സത്യം പറഞ്ഞാൽ ഈ ക്ഷണത്തിലൂടെ ശരിയാണ്, ആ അകൽച്ച മാറി വരികയാണ്. എന്തുകൊണ്ടെന്നാൽ NSSന് അടുപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് നേതൃത്വം ഒന്ന് K കരുണാകരൻ, പിന്നെ ഉമ്മൻചാണ്ടി, പിന്നെ രമേശ് ചെന്നിത്തലയായിരുന്നു. ഇപ്പോൾ കരുണാകരനുമില്ല, ഉമ്മൻചാണ്ടിയില്ല. പിന്നെ NSS നേതൃത്വത്തിന് അടുപ്പമുള്ള വ്യക്തിപരമായ അടുപ്പമുള്ള ഏക കോൺഗ്രസ് സീനിയർ നേതാവ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. ഉമ്മൻചാണ്ടിയായിട്ട് വളരെ ആത്മബന്ധം ഉണ്ടായിരുന്നു NSS നേതൃത്വത്തിന്, ഒരു സംശയമില്ല. ഞാനത് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്നതും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ രമേശ് ചെന്നിത്തലയായിട്ടാണ് അവർക്ക് കോൺഗ്രസിൽ കൂടുതൽ അടുപ്പം. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്? കോൺഗ്രസിലേക്ക് കൂടുതൽ NSSനെ അടുപ്പിക്കുകയും BJPയിൽ നിന്നും ആ സമുദായ അംഗങ്ങളെ മാറ്റി നിർത്തുകയും, അതൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്, ഒരു രാഷ്ട്രീയ നിലപാടാണ്. BJPയിലേക്ക് സമുദായ അംഗങ്ങൾ പോകാതെ കോൺഗ്രസിനൊപ്പം നിൽക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രവും ഒരു രാഷ്ട്രീയ കാര്യപരിപാടിയുമാണ് NSSനുള്ളത്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ ഈ മന്നം ജയന്തിക്ക് കഴിഞ്ഞ തവണ ശശി തരൂരിനെ വിളിച്ചത്. ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കളെ എന്തുകൊണ്ട് വിളിക്കുന്നു വെച്ചാൽ BJPയിൽ നിന്ന് സമുദായത്തെ മാറ്റി നിർത്തുക, നായർ സമുദായ അംഗങ്ങളെ മാറ്റി നിർത്തുക, നായർ സമുദായങ്ങളെ വോട്ടർമാരെ മാറ്റി നിർത്തുക എന്നുള്ളത് NSSന്റെ പ്രഖ്യാപിത നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോക്കം പോയിട്ടില്ല. അതുകൊണ്ടാണ് അവർ ആരോടാണ് കൂടുതൽ അടുപ്പുള്ളത് അവരെ ന്യായമായിട്ട് ആ പരിപാടിക്ക് വിളിക്കും. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നെ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാ സമുദായങ്ങളായിട്ടും അത് KPC പ്രസിഡന്റ് ആയിരുന്ന കാലത്തും പ്രതിപക്ഷമായിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബന്ധങ്ങളുണ്ട്. അത് SNDP ആയിട്ടുണ്ട്, ക്രൈസ്തവ സമൂഹമായിട്ടുണ്ട്, മുസ്ലിം സമുദായത്തിലെ ഏറെക്കുറെ എല്ലാ സംഘടനയായിട്ടും. എനിക്ക് തോന്നുന്നത് സമസ്തയായിട്ടും കാന്തപുരമായിട്ടും വളരെ പേഴ്സണലി ബന്ധം ഉള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം ഇത്രയും വർഷങ്ങളായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് എല്ലാ സമുദായ സംഘടനയായിട്ടും ബന്ധമുണ്ട്. പക്ഷെ ഇവിടെ NSS അർത്ഥമാക്കുന്ന എനിക്ക് മനസ്സിലായിട്ടുള്ളത് BJPയെ മാറ്റി നിർത്തുക രാഷ്ട്രീയത്തിൽ നിന്ന്, അതിന് പറ്റിയ ഒരു പാലം വീണ്ടും കോൺഗ്രസുമായിട്ട് ഉണ്ടാക്കുക. അതിന് അനുയോജ്യമായ ആള് രമേശ് ചെന്നിത്തല, കാരണം അദ്ദേഹമാണ് ഏറ്റവും സീനിയർ നേതാവ്. അപ്പൊ ആ ഒരു മഞ്ഞുരുകൾ അവസാനിപ്പിക്കുക, അത് തന്നെയാണ് കാര്യം.